ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്ന് വെച്ചാൽ പൊറോട്ടൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയിട്ടുള്ള ബെസ്റ്റ് കോമ്പിനേഷൻ ആയിട്ടുള്ള ബട്ടർ ചിക്കൻ്റെ റെസിപ്പി ആയിട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ. അപ്പോൾ ഞാനിവിടെ ചിക്കൻ നല്ലോണം ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിലോട്ട് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ചേർത്ത് കൊടുക്കുന്നത് മഞ്ഞൾപ്പൊടിയാണ്, കുറച്ച് ഗരം മസാലയും അതുപോലെ ആവശ്യത്തിന് ഉപ്പും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ചിക്കനിൽ നല്ലോണം മസാലകൾ പിടിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു 30 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട്. റെസ്റ്റ് ചെയ്തതിന് ശേഷം കേട്ടോ ഞാൻ എല്ലാം കൂടി ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്, അതിലോട്ട് ഞാൻ ബട്ടർ ആട്ടോ ചേർത്ത് കൊടുത്തിട്ട്. അപ്പോൾ ഇവിടെ ബട്ടറൊക്കെ നല്ലോണം മെൽറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഇനി ചിക്കൻ ഓരോ പീസുകളായിട്ട് ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾ ചിക്കൻ എടുക്കുന്ന സമയത്ത് ചിക്കൻ ഒന്നും കൂടി ചെറുതാക്കി കട്ട് ചെയ്യാൻ നോക്കണേ. അപ്പോൾ 2 ഭാഗം ഞാൻ മറിച്ചിട്ട് വേവിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ചിക്കനൊക്കെ നല്ലോണം ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ കോരി മാറ്റി വയ്ക്കുന്നുണ്ട്. ഇനി ഇതേ ബട്ടർ തന്നെ, ഇനി ബട്ടർ കുറവാണെങ്കിൽ കുറച്ചും കൂടി ബട്ടർ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഒരു ഉള്ളി ചെറുതായി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും അതുപോലെ 2 പച്ചമുളകും കൂടി ചേർത്തിട്ട് എല്ലാം കൂടി ഒന്ന് വഴറ്റിയെടുക്കാവുന്നതാണ്. അപ്പോൾ ഉള്ളിയൊക്കെ ഒന്ന് വഴറ്റി കിട്ടിയിട്ടുണ്ട്. ഇനി അതിലോട്ട് തക്കാളിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. തക്കാളി ചേർത്ത് കൊടുത്തതിന് ശേഷം എല്ലാം കൂടി ഒന്ന് മൂടി വെച്ച് വേവിക്കുന്നുണ്ട്. അപ്പോൾ വെന്ത് വരുന്ന സമയത്ത് അതിലോട്ട് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ജീരകത്തിൻ്റെ പൊടി, ഗരം മസാല, ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി പാകത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചതിന് ശേഷം ഇതെല്ലാം കൂടി ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ പച്ചച്ചുവക്ക മാറിയതിന് ശേഷം അതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് കാഷ്നട്ട് ആട്ടോ. ഒരു 8-10 കാഷ്നട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ചൂടാറിയതിന് ശേഷം എല്ലാം കൂടി ഒന്ന് നമുക്കൊന്ന് അരച്ചെടുത്തിട്ട് എല്ലാം കൂടി നല്ല പേസ്റ്റ് ആയിട്ട് ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി വെള്ളം കുറവാണെങ്കിൽ അല്പം വെള്ളം കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി അതിലോട്ട് വറുത്ത് വെച്ച് ചിക്കനും കൂടി ചേർത്ത് കൊടുത്തിട്ട് എല്ലാം കൂടി ഒന്ന് തിളപ്പിച്ചെടുക്കും. ഇനി മുകളിൽ ഫ്രഷ് ക്രീം ആട്ടോ ഈ ചേർത്ത് കൊടുക്കുന്നത്. മുകളിൽ അല്പം ബട്ടറും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരു തിള വന്നതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കൂടുതലൊന്നും ഇനി വേവിച്ചെടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള ബട്ടർ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒരു വട്ടെങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയും കൂടിയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോ ആയിട്ട്